السلام عليكم ورحمة الله تعالى وبركاته. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. മരണമെന്ന ശരണക്കേട് തരണം ചെയ്യും നാളിലേ മന്നവായി ത്വാഹ തങ്ങളെ കാവലേക് റബ്ബന. സഹ്റ പബ്ലിക് സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ റബീനെ സ്വാഗതമോദിക്കൊണ്ടുള്ള പ്രോഗ്രാമാണ്. റബീനെ വരവേൽക്കുന്ന ഒരു ഭാഷണമാണ് മാഷാ അല്ലാഹ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ അഭിവന്ദരായ ഗുരുനാഥന്മാർ, നമുക്ക് അറിവ് പകർന്നു നൽകുന്ന നമ്മുടെ ടീച്ചേഴ്സ്, എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അറിവ് പകരാനും നുകരാനും നാഥൻ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ഈ വിശുദ്ധമായ റബീഉൽ അവ്വൽ. റബീന് പറയാൻ കഥകൾ ഒരുപാടുണ്ട്. മുഹമ്മദുൻ അഷ്റഫുൽ അഅറാബി വൽ അജമി മുഹമ്മദുൻ ഖൈറു മൻ യംശി അലാ ഖദമി. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് എന്ന നാമം വലിയ അത്ഭുതമാണ്. ആ പേര് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തിക്കുകയാണ്. ഒന്ന് ആലോചിച്ചു നോക്ക്, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിമർശിക്കാൻ വേണ്ടി മുഹമ്മദ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അയാൾ ആ വിമർശിക്കുന്നതിന്റെ മുമ്പ് ആദ്യം ചെയ്യുന്നത് റസൂലുള്ളാഹിനെ പ്രകീർത്തിക്കുകയാണ്. അതെങ്ങനെയാണെന്നറിയോ? മുഹമ്മദ് എന്ന പേരിന്റെ അർത്ഥം സ്തുതിക്കപ്പെട്ടവൻ എന്നാണ്, സ്തുത്യർഹമാക്കപ്പെട്ടവൻ എന്നാണ്. അപ്പോ ഒരാൾ ചീത്ത വിളിക്കാൻ വേണ്ടി മുഹമ്മദ് എന്ന് വിളിക്കുകയാണെങ്കിൽ പോലും ആ ചീത്ത വിളിക്കാനും പരിഹസിക്കാനും അയാൾ ആദ്യം പറയുന്നത് മുഹമ്മദ് എന്ന പേരാണെങ്കിൽ അയാൾ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തിക്കുകയാണ്. മുഹമ്മദ്, ആ മുഹമ്മദ് എന്ന നാമം തന്നെ പ്രകീർത്തനമാണ്. ഒരു വലിയ അത്ഭുതം തന്നെയാണത്. അതുപോലെ തന്നെ ഓരോ ബാങ്കും അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ പറയണത് അല്ലാഹുവിന്റെ റസൂലാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പേരിനെന്തോ ഒരു സൗന്ദര്യമാണ്. ആ പേരിനെ പോലും പ്രണയിച്ചവർ കഴിഞ്ഞുപോയില്ലേ? മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ഒരു അവിശ്വാസിയായ ജൂതനായ മനുഷ്യൻ വന്നിട്ട് വല്ലതും തരണമെന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ കൊടുക്കാൻ ഒന്നുമുണ്ടായിരുന്നില്ല. നബിതങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞു, നിങ്ങൾ ഉസ്മാന്റെ അരികിലേക്ക് പോകൂ, ഉസ്മാനോട് പറഞ്ഞാൽ മതി, മുഹമ്മദ് പറഞ്ഞു വല്ലതും തരാനെന്ന് പറഞ്ഞാൽ ഉസ്മാൻ നിങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യൻ നേരെ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് പോയി. വാതിൽ മുട്ടി. ഉസ്മാൻ റളിയല്ലാഹു വാതിൽ തുറന്ന് ചോദിച്ചു, ആരാണ്, എന്തിനാ വന്നത്, എന്താണ് വേണ്ടത് എന്ന്. ജൂതനായ മനുഷ്യൻ പറഞ്ഞു, ഞാൻ മുഹമ്മദ് പറഞ്ഞു വല്ലതും തരാൻ, അതുകൊണ്ട് വന്നതാണ്. നിങ്ങളുടെ അരികെ വന്നിട്ട് മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഉസ്മാനെ നിങ്ങൾ സഹായിക്കുമെന്ന് മുഹമ്മദ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു ചോദിച്ചു, ആരാ പറഞ്ഞത്? ജൂതനായ അവിശ്വാസിയായ അമുസ്ലിമായ മനുഷ്യൻ പറഞ്ഞു, മുഹമ്മദ് പറഞ്ഞു വല്ലതും തരാൻ. ഉസ്മാൻ റളിയല്ലാഹു കേൾക്കാത്തതുപോലെ വീണ്ടും ചോദിച്ചു, ആരാ പറഞ്ഞത്? മുഹമ്മദ് പറഞ്ഞു. ആരാ പറഞ്ഞത്? മുഹമ്മദ് പറഞ്ഞു. ആവർത്തിച്ച് ചോദിക്കുന്നു, ആരാ പറഞ്ഞത്, ആരാ പറഞ്ഞത്? ഓരോ തവണ അത് ചോദിക്കുമ്പോഴും ജൂതനായ മനുഷ്യൻ പറയുന്നുണ്ട്, മുഹമ്മദ് പറഞ്ഞു.
ഇങ്ങനെ മുഹമ്മദ് എന്ന് ആവർത്തിച്ച് ഒരുപാട് തവണ ഇതിങ്ങ് പറഞ്ഞു. ഒരുപാട് തവണ പറഞ്ഞപ്പോൾ ജൂതനായ മനുഷ്യന് ദേഷ്യം പിടിച്ചു. അയാൾ പറഞ്ഞു, ഉസ്മാനെ, നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ തോന്നുന്നില്ലെങ്കിൽ സഹായിക്കേണ്ടതില്ല. പക്ഷെ നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ പരിഹസിക്കുന്നത്? കേൾക്കാത്തതുപോലെ ആര് പറഞ്ഞു എന്ന് കേൾക്കാത്തതുപോലെ അഭിനയിച്ചിട്ട് എന്തിനായി എന്നെ പരിഹസിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു സാവധാനം പറഞ്ഞു, സമാധാനത്തോടെ പറഞ്ഞു, ഞാൻ നിങ്ങളെ പരിഹസിക്കുകയല്ല, ഞാൻ നിങ്ങളെ കളിയാക്കിയതല്ല. ആരാ പറഞ്ഞതെന്ന് ഞാൻ ആവർത്തിച്ച് ചോദിക്കാനുള്ള കാരണം എന്താണെന്നറിയാം? ഒരു അവിശ്വാസിയായ നിങ്ങളുടെ നാവിലൂടെ എന്റെ ഹബീബിന്റെ പേര് കേട്ടപ്പോ, എന്റെ ഹബീബിന്റെ പേര് കേൾക്കുമ്പോ എനിക്കെന്തെന്നില്ലാത്തൊരു സന്തോഷം. അതൊരുപാട് തവണ കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നിങ്ങൾ എത്ര തവണ മുഹമ്മദ് എന്ന പേര് ഉച്ചരിച്ചിട്ടുണ്ടോ അത്രയും തവണ ഞാൻ നിങ്ങൾക്ക് ദാനധർമ്മം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അയാളെ സഹായിക്കുകയാണ്. ഒന്ന് ചിന്തിക്കണം നമ്മൾ, ആ പേരിനോട് പോലും മഹാന്മാരായ സ്വഹാബികൾക്ക് പ്രണയമായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രം പറയുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു തന്റെ മകന് പേരിട്ടു മുഹമ്മദ് എന്ന പേര്. നബിയോടുള്ള സ്നേഹം കൊണ്ടിട്ടതാണ്. പക്ഷെ ആ മകൻ വളർന്നു. ആ മകൻ കുട്ടികളുമായി കളിക്കുന്നതിനിടയിൽ എന്തോ ഒരു വികൃതി കാണിച്ചപ്പോ മറ്റു കുട്ടികൾ ഈ കുട്ടിയെ ചീത്ത വിളിച്ചു. മുഹമ്മദ് എന്ന പേരുള്ള കുട്ടിയെ ചീത്ത വിളിക്കുമ്പോൾ മുഹമ്മദേ എന്ന് വിളിച്ചിട്ടാണ് ചീത്ത വാക്കുകൾ ഉപയോഗിക്കുന്നത്. അത് ഉമർ റളിയല്ലാഹു അൻഹു കേട്ടുപോയി. ഉമർ റളിയല്ലാഹു അൻഹു ആകെ പേടിച്ചുപോയി. പടച്ചോനെ, എന്റെ മകൻ ഒരു വികൃതി കാണിച്ചപ്പോ ഈ മറ്റു കുട്ടികളൊക്കെ ചീത്ത വിളിച്ചു. ആ ചീത്ത വിളിക്കുന്നതിന് മുമ്പ് മുഹമ്മദ് എന്ന പേര് വിളിച്ചിട്ടാണല്ലോ ചീത്ത വിളിക്കുന്നത്. ഇതങ്ങ് ആലോചിച്ചപ്പോ മുഹമ്മദ് എന്ന പേരിന്റെ കൂടെ ഒരു ചീത്തപ്രയോഗം കേൾക്കേണ്ടി വന്നപ്പോ ഉമർ റളിയല്ലാഹു അൻഹു മകനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, നിന്റെ പേര് ഇന്നു മുതൽ ഞാൻ മാറ്റുകയാണ്. ഇന്ന് മുതൽ നിന്റെ പേര് ഞാൻ മാറ്റുകയാണ് എന്ന് പറയും. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്നറിയാം? ആ പേര്, ആ മുഹമ്മദ് എന്ന പേരിന്റെ കൂടെ ഒരു ചീത്ത വാക്ക് കേൾക്കേണ്ടി വന്നത്, ആ ഒരു വാക്ക് കേൾക്കേണ്ടി വന്നതിന്റെ വിഷമം, അതുകൊണ്ട് തന്നെ ആ മകന്റെ പേര് തന്നെ അങ്ങ് മാറ്റുകയാണ്. അതൊക്കെ ഒരു സ്നേഹമാണ്. അതിനൊന്നൊരു മാതൃക കാണിക്കാൻ നമുക്ക് കഴിയില്ല. അല്ലെങ്കിലും പ്രവാചക പ്രണയത്തിന് ഒരു മാതൃക കാണിച്ചു കൊടുക്കാനൊന്നും നമുക്ക് കഴിയില്ലല്ലോ. അതല്ലേ ഒരു സ്വഹാബി കൃഷിയിടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്റെ മകൻ ഓടി വന്നിട്ട് പറയാ, ഉപ്പാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായിരിക്കുന്നു എന്ന്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന്റെ വാർത്ത വന്നു പറഞ്ഞപ്പോ ആ സ്വഹാബി രണ്ട് കൈയും ഉയർത്തിയിട്ട് അള്ളാഹിനോട് പറയാണ്, അല്ലാഹുമ്മ അഅ്മിനീ, അല്ലാഹുവേ നീ എന്നെ അന്ധനാക്കണേ അല്ലാ, എന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുത്തണേ അല്ലാ. കാരണം എന്റെ ഹബീബ് ഇതാ വിട പറഞ്ഞിരിക്കുന്നു. എന്റെ ഹബീബില്ലാത്ത ഈ ലോകം എനിക്ക് കാണണ്ട റബ്ബേ. എന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളില്ലാത്ത ഈ മദീന പട്ടണം ഇനി എനിക്ക് കാണണ്ട അല്ലാ. എന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുത്തണേ അല്ലാ. ആ മനുഷ്യനങ്ങ് ദുആ ചെയ്തു. ഒരല്പസമയം കഴിഞ്ഞപ്പോ ആ കണ്ണിന്റെ കാഴ്ച അങ്ങ് നഷ്ടപ്പെടുന്നു. അയാളുടെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നു. ഇതിനൊരു മാതൃക കാണിച്ചു തരാൻ വേണ്ടി പറഞ്ഞാൽ നമുക്ക് കഴിയില്ല. അതൊക്കെ ഒരു പ്രണയത്തിന്റെ ചില ഭാഗങ്ങളാണ്. അതുപോലെ തന്നെ മറ്റൊരു സ്വഹാബി, അദ്ദേഹം നല്ല ആരോഗ്യമുള്ള സ്വഹാബിയായിരുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന്റെ ശരീരമാകെ ക്ഷീണിക്കാൻ തുടങ്ങി. ശരീരം ക്ഷീണിച്ചു എന്ന് മാത്രമല്ല, ശരീരത്തിന്റെ നിറം പോലും മാറിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ആ സ്വഹാബിയോട് ചോദിച്ചു, അല്ല, നിനക്ക് വല്ല രോഗവും പിടികൂടിയോ എന്ന്? നിനക്ക് വല്ല രോഗവും ബാധിച്ചോ? നിന്റെ ശരീരം എന്താ ഇങ്ങനെ മെലിഞ്ഞു പോയത് എന്ന്. അന്നേരം ആ സ്വഹാബി പറയാം, നബിയേ, എനിക്കൊരു രോഗവുമില്ല. പക്ഷെ എന്റെ ശരീരം ഇങ്ങനെ മെലിഞ്ഞു പോവാനുള്ള കാരണം എന്റെ മനസ്സിന് വലിയ ബേജാറാണ്. റസൂലുള്ളാഹി ചോദിച്ചു, എന്തേ അതിന്റെ കാരണം? ആ സ്വഹാബി പറഞ്ഞു, നബിയേ, ഞാനെങ്ങാനും മരിച്ചുപോയാൽ, ഞാനെങ്ങാനും നരകത്തിലേക്ക് പോകേണ്ടി വന്നാൽ, നബിയേ, എനിക്കങ്ങയെ കാണാൻ കഴിയില്ലല്ലോ നബിയേ. അത് ചിന്തിച്ചുകൊണ്ടാണ്. ഇനി ഞാനെങ്ങാനും സ്വർഗത്തിലാണെങ്കിൽ തന്നെ, സ്വർഗത്തിൽ എത്രയോ താഴെ തട്ടിലായിരിക്കും ഞാൻ ഉണ്ടാവുക.
നബിയെ, അങ്ങ് എത്രയോ ഉന്നത സ്ഥാനത്തായിരിക്കും, ആ സ്വർഗത്തിൽ വെച്ച് അങ്ങയെ കാണാൻ എനിക്ക് കഴിയാതിരിക്കുമോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് എന്റെ മനസ്സിന് വല്ലാത്ത ബേജാർ. അത് കാരണമാണ് എന്റെ ശരീരം മെലിഞ്ഞു പോയത് എന്ന് ആ സ്വഹാബി പറഞ്ഞപ്പോ ഖുർആനിലെ ആയത്തിറങ്ങുകയാണ്. ഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വസ്സുഹദാഇ വസ്സാലിഹീൻ. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയത്തുദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ്, ആരെയാണോ സ്നേഹിക്കുന്നതെങ്കിൽ അവരോടുകൂടെ തന്നെ നാളെ പരലോകത്തുണ്ടാകുമെന്ന്. അള്ളാഹുവിനെയും ഹബീബിനെയും അനുസരിച്ച് ജീവിച്ചവർ ആ ഹബീബിന്റെ കൂടെ തന്നെ പരലോകത്ത് സ്വർഗലോകത്തേക്ക് കടന്നു വരുമെന്ന്. ആ സ്വഹാബിക്ക് അതൊരു വലിയ ആശ്വാസമായി. പ്രിയമുള്ളവരെ, നമ്മളും ആഗ്രഹിക്കുന്നത് ഇതിനൊക്കെ വേണ്ടി തന്നെയാണ്. നാളെ പരലോകത്ത് ഹബീബിന്റെ ശുപാർശ കിട്ടണം. നാളെ പരലോകത്ത് ഹബീബിന്റെ കൂടെ സ്വർഗത്തിലേക്ക് പോകണം. റബ്ബ് നമുക്ക് തൗഫീഖ് തരട്ടെ. അതിനായി ഹബീബിനെ നമുക്ക് പ്രണയിക്കാം. സ്വലാത്തുകൾ കൊണ്ട് നമുക്ക് ധന്യമാക്കാം നമ്മുടെ ജീവിതം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഹബീബിനോടുള്ള പ്രണയം നമ്മുടെ ഖൽബിൽ നിറച്ചു തരട്ടെ. എല്ലാ രാത്രിയിലും കിടന്നുറങ്ങുന്നതിന്റെ മുമ്പ് എന്റെ ഹബീബിനെ കിനാവ് കാണണമെന്ന ആഗ്രഹത്തോടുകൂടി ഒരു 10 സ്വലാത്തെങ്കിലും ചൊല്ലാൻ നമുക്ക് സാധ്യമാവട്ടെ. നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.